ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇവളും വിദ്യയും അപ്പയെ കാണാനായിട്ട് വളരെയധികം ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പ ശരവണൻ എന്നുള്ള മോനെ കാണാനും ആഗ്രഹിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് രാധ പറയുന്നത്, ഹീസ് വെയിറ്റിംഗ് ഫോർ യു ടു കോൾ ഹിം. I had destroyed his dreams, demolished his dignity, decimated his pride. How would I face him now? എങ്ങനെയാണ് അച്ഛനെ അഭിമുഖീകരിക്കേണ്ടത്? I don't want to see him, he said. Ask him to get away from me. His last glimmer of hope must have vanished when he saw me in a sari, for his wailing sob shook Radha and she started crying too. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവൾ വിചാരിച്ചിരിക്കുകയാണ്. അച്ഛൻ പറയുന്നത്, ഒരു സാരിയിലൊന്നും എനിക്ക് അവനെ കാണണ്ട. ഹിസ് ലാസ്റ്റ് ഗ്ലിമർ ഓഫ് ഹോപ്പ് മസ്റ്റ് ഹാവ് വാനിഷ് വെൻ ഹി സോ മീ ഇൻ എ സാരി. ഒരു സാരിയിൽ കാണാനൊന്നും അച്ഛൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മോനാണ്. മോൻ്റേതായ രീതിയിൽ തന്നെ കാണാനാണ് അച്ഛൻ താല്പര്യപ്പെടുന്നത്. ശേഖർ ചിറ്റപ്പ failed to console Appa as he helped him into an auto. Radha, Shekhar Chittappa and Viji took one auto rickshaw while Appa, Bhumika and Mama took another. Radha was the first to recover from the shock, maybe because Mura had prepared her for the worst. She must have remembered my childhood fascination with her clothes, or many times during my college years when I had told her, I don't know what's wrong with me, but one day I will wander stark, raving mad, to your surprise and shock. She remembered as well, perhaps, how she brushed it aside as some juvenile nonsense. ചെറുപ്പത്തിൽ ഇവൾക്ക് എന്തോ തോന്നിയിരുന്നു. അപ്പോഴൊക്കെ സിസ്റ്ററുടെ ഡ്രസ്സൊക്കെ എടുത്ത് ധരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിരുന്നു. എങ്ങനെയോ സിസ്റ്റർ ഒരു കണക്കിന് ആശ്വസിച്ചിട്ടില്ല, എന്നാലും ഒരു പരിധിവരെ ഇതെല്ലാം മനസ്സിലാക്കി. മാമ വാസ് ഓഫൺ ഷാർപ്പ് വിത്ത് മൈ ഫെമിനിറ്റി ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ്. മാമയ്ക്കും കുറച്ചൊക്കെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഡാൻസ് ചെയ്യുക, നമ്മുടെ ചിത്രയുടെ പാട്ട് കേൾക്കുമ്പോൾ അത് പാട്ട് പാടുക, അത് അനുസരിച്ച് ഡാൻസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിരുന്നു. അപ്പോൾ മാമ ചോദിക്കുമായിരുന്നു, വാട്ട് കൈൻഡ് ഓഫ് സോങ്സ് ആർ ദീസ്? യു ഹാവ് ഗോൺ ആൻഡ് റെക്കോർഡഡ് സോ മെനി. ഒരുപാട് സോങ്സൊക്കെ നീ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ സ്ത്രീകൾ കാണിക്കുന്ന അതേ ചേഷ്ടകളൊക്കെ മീൻസ് ആ രീതികളൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം രാധയ്ക്കും അറിയാം, കുറച്ചൊക്കെ മാമയ്ക്കും അറിയാം. രാധ gave me a blow by blow account during the ride. She recounted her struggles to break the bad news to Appa, Manju and Chinna Mama. Appa's violent reaction, all the weeping and wailing by one and all, Prabha's incomprehension, Chithi's shock, the terrible impact on the other relatives like Periyappa and Periyamma. I couldn't bear to listen to her and cried the whole time. Why are you crying? Aren't we the people who must weep? What did you lack? Why have you done this to us? നീ ഇപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്ത്? ഞങ്ങളോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ റെഫ്യൂസ് ടു സീ മീ ഇൻ എ സാരി. അപ്പോൾ പറഞ്ഞു, എനിക്ക് അവളെ സാരിയിൽ കാണണ്ട. ഐ വാസ് ഈക്വലി അഡമൻറ്റ് അബൌട്ട് നോട്ട് വെയറിങ് മെൻസ് ക്ലോത്ത്സ്. പക്ഷെ ഞാനും അതുപോലെ തന്നെയായിരുന്നു. ഇനി ഒരു ആണിൻ്റെ വസ്ത്രം ധരിക്കുക അതെന്നെ കൊണ്ട് അസംഭവമാണ്. ഞാൻ അത് ധരിക്കില്ല. ഫൈനലി ഐ വോർ എ ഷർട്ട് ഐ പിക്ഡ് ഔട്ട് ഓഫ് എ ബണ്ടിൽ ഓഫ് ഡൊണേഷൻസ് ടു ദ സുനാമി വിക്ടിംസ്, ഡെഫറിങ് ടു രാധ ആൻഡ് അരുണമ്മാസ് വിഷസ്. പിന്നെ രാധയും അരുണമ്മയും നിർബന്ധിച്ചതുകൊണ്ട് ഒരു ഷർട്ട് എടുത്തിട്ട് ധരിച്ചു. ഓൺലി ദെൻ ഡിഡ് അപ്പ എഗ്രി ടു സ്പീക്ക് വിത്ത് മീ. ഷർട്ട് ഇട്ട് തന്നപ്പോൾ മാത്രം അപ്പ എന്നോട് സംസാരിച്ചു. ഒരു ലേഡിയുടെ വേഷത്തിൽ അച്ഛൻ മോളെ അല്ലെങ്കിൽ സ്വന്തം മകനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. മകളായി മാറി എന്ന് വിശ്വസിക്കാനും അച്ഛന് സാധ്യമല്ല. ആൾ ഓഫ് us try to explain my position to അപ്പ, ബട്ട് അവർ attempts were in vain. എല്ലാവരും അച്ഛനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാവരും അച്ഛനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിച്ചു. പക്ഷെ അതൊക്കെ ഫലപ്രദമായില്ല. അല്ലെ, അച്ഛനത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഹി വാസ് ടോട്ടലി അൺവില്ലിങ് ടു ലിസൺ. Weeping throughout, the only moment he stopped was to fold his arms and plead with Arunamma to release his son. Arunamma literally wriggled in embarrassment. അങ്ങനെ അപേക്ഷിച്ചു, എൻ്റെ മോനെ വിട്ടു തന്നേക്കൂ.
Wouldn't you have accepted me if I had been physically maimed? Why don't you treat my predicament similarly, Appa? I broke down even as I was saying these words. അരുണമ്മ ടു സ്പോക്ക് ടു ഹിം ഓൺ മൈ ബിഹേവ്. എനിക്ക് വേണ്ടിയിട്ട് അരുണമ്മയും പറഞ്ഞു എൻ്റെ അവസ്ഥ മനസ്സിലാക്കുക. കാരണം ഞാനിപ്പോൾ ഒരു ബോയും അല്ല ഗേളും അല്ല, അങ്ങനത്തെ രീതിയിൽ എങ്ങനെയാണ് ജീവിക്കുക, എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. പക്ഷേ അച്ഛനത് ഒന്നും സമ്മതമായിരുന്നില്ല. ടൈംസ് ഹവ് ചേഞ്ച്. ഈവൻ സയൻസ് അക്സെപ്റ്റ് അസ് ആസ് വി ആർ. വി ക്യാൻ അക്കംപ്ലിഷ് വാട്ട് നോർമൽ മെൻ ആൻഡ് വിമൻ ക്യാൻ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സയൻസ് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾക്ക് ഇപ്പോൾ പലതും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക. അപ്പ ഐ വിൽ പ്രൂവ് മൈസെൽഫ് ആസ് ആൻ ആക്ട്രസ്. ദീസ് വേർഡ്സ് മെയ്ഡ് അപ്പ ഈവൻ മോർ ആംഗ്രി. അപ്പം ഞാൻ അപ്പയോട് പറഞ്ഞു ഞാനൊരു അഭിനേത്രിയാവാം. അത് കേട്ടപ്പോൾ അച്ഛന് വീണ്ടും ദേഷ്യം വന്നു. ആൻഡ് മാമ വാസ് എബൌട്ട് ടു ഹിറ്റ് മീ. മാമ എന്നെ ഇടിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. എൻലെസ് ഡിസ്കഷൻസ് ബ്രോട്ട് അബൌട്ട് നോ റിസൊല്യൂഷൻ. ഇത്രയും നേരം സംസാരിച്ചിട്ടും ഇതുകൊണ്ടൊരു സൊല്യൂഷൻ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു പരിഹാരമൊന്നും ഉണ്ടായില്ല. ആസ് ദേ സ്ലിപ്ഡ് ഇൻ ടു നൈറ്റ്, ശേഖർ, ചിത്തപ്പ ആൻഡ് മാമ ടുക്ക് അപ്പ എവേ. ദേ ഹാഡ് നോ ചോയ്സ്. ഒരു രക്ഷയില്ലാതെ അച്ഛനെ അവിടുന്ന് മാറ്റേണ്ടി വന്നു. ദോ ഐ വാസ് ഏബിൾ ടു എക്സ്പ്ലെയിൻ മൈ ഡിസിഷൻ ടു എവരി വൺ എൽസ്, ഐ സ്റ്റുഡ് ബിഫോർ അപ്പ ലൈക്ക് എ ക്രിമിനൽ. അപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ ഞാനൊരു കുറ്റവാളിയായിട്ട് നിൽക്കുകയാണ്. ഐ വിൽ ആൾവേസ് ക്യാരി ദ ഗിൽറ്റ് ഓഫ് ഡിസ്മാൻഡ്ലിങ് ഹിസ് ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ്. അച്ഛൻ്റെ സ്വപ്നങ്ങളും അച്ഛൻ്റെ ആഗ്രഹങ്ങളുമാണ് ഞാൻ നശിപ്പിച്ചത്. വാസ് ഐ റിയലി റെസ്പോൺസിബിൾ ഫോർ ഹിസ് വോസ്. സത്യത്തിൽ ഞാൻ അതിനൊക്കെ ഉത്തരവാദിയാണോ? മൈ വറീസ് വെയർ മൈൻ ആൻഡ് ഹിസ് ട്രാജഡി വാസ് ഹിസ്. ഇറ്റ് വാസ് അൻ ഇൻകൺക്ലൂസീവ് മീറ്റിംഗ്. ഇതിന് ഒരു ഫലമൊന്നും ഉണ്ടായില്ല. ഈ മീറ്റിംഗ് കൊണ്ട് ഒരു ഫലമൊന്നും ഉണ്ടായില്ല. എൻ്റെ ദുഃഖങ്ങളുമായി അച്ഛൻ്റെ കഷ്ടപ്പാട് അല്ലെ അച്ഛൻ്റെ വിധി അത് ആ രീതിയിലും അങ്ങുമായി. ദി ഓൺലി കൺസലേഷൻ വാസ് ദാറ്റ് മൈ ഫാമിലി നൗ ന്യൂ ദ ട്രൂത്ത്. അവസാനം ഒരു കാര്യം മാത്രം സാധിച്ചു. എൻ്റെ വീട്ടുകാർക്ക് ഈ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഞാൻ ശരവണ എന്നുള്ള ഒരു ബോയിൽ നിന്ന് ഇപ്പോൾ വിദ്യ എന്നുള്ള സ്ത്രീയായി. അപ്പം എന്നെ അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു എൻ്റെ ഒരു അവസ്ഥ മാറ്റം അതിപ്പോൾ ആ സത്യം എൻ്റെ വീട്ടുകാർക്കും മനസ്സിലായി. അതാണ് ഈ കഥയുടെ ചുരുക്കം. നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ നോട്ട്സ് അടുത്ത് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. താങ്ക് യു.